ഇവർ ഈ കാണിച്ച അതിക്രമത്തിന് ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടുകൊടുക്കാത്ത ഒരു ഇത് ഇല്ല. കാരണം എനിക്ക് നീതി വേണം. സൂപ്രണ്ടിൻ്റെ അനുവാദത്തോടു കൂടി തിരിച്ച് എൻ്റെ സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിച്ചു. കിളിമാനൂർ സ്റ്റേഷനിൽ വന്ന് മെമ്പർക്കെതിരെ പരാതി കൊടുത്തു. അതെ, പുറമ്പോക്ക് ഭൂമിയിൽ ഉള്ള വസ്തു പുറമ്പോക്ക് ഭൂമിയല്ല, സ്കെച്ച് എല്ലാം ഞാൻ പരിശോധിച്ചു, സ്കെച്ച് എല്ലാം നോക്കി. പുറമ്പോക്ക് ഭൂമിയല്ല. റീസർവേ ചെയ്ത വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെട്ട പേപ്പർ. മാഡം ഈ പറഞ്ഞത് വില്ലേജ് ഓഫീസർ ഉത്തരവെന്നുള്ളത് വില്ലേജ് ഓഫീസർ സംസാരിച്ചു, അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അവിടെയും വിധവയായ ഒരു ചേച്ചിയാണ്. ചേച്ചി മകളുടെ കുട്ടികളും കയറി തെങ്ങിന് ഇറുകെ പിടിച്ച് നിന്നുകൊണ്ടാണ് അവരത് മുറിക്കാൻ പറ്റാതെ പോയത്. സ്ഥിരം അവിടെ അക്രമമാണ് നടക്കുന്നത്. മെമ്പർ അത്ര ഒരു ഗുണ്ടായിസാണ് അവിടെ കാണിക്കുന്നത്. നമസ്കാരം. കിളിമാനൂർ മലയാമഠത്തു നിന്നൊരു മാഡം നമ്മളെ വിളിച്ചിരുന്നു. ബീന എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 14 വർഷമായി. ഒറ്റയ്ക്കാണ് താമസം, കൂടെ ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുരയിടം 16 സെൻറ്റ് വസ്തു, ഭർത്താവിൻ്റെ പേരിൽ 16 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തുവിൽ അവിടുത്തെ മെമ്പർ, അവിടുത്തെ വാർഡ് മെമ്പർ കോൺഗ്രസ്സുകാരിയാണ്. അവർ അതിക്രമിച്ച് കയറി അവരുടെ മരങ്ങളൊക്കെ മുറിച്ചു എന്നുള്ള പരാതി. ഞാൻ മെമ്പറെ വിളിച്ച് അന്വേഷിച്ചു. മെമ്പറുടെ മറുപടി ഇതായിരുന്നു. ഞാൻ ശ്രീജിത്ത് മാരാർ, ഞാൻ വെസ്റ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. മാഡം, ഞാൻ വിളിച്ചത് നമുക്കൊരു വാർത്തയായിട്ടൊരു ചേച്ചി വന്നിട്ടുണ്ട്, ബീന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി. അപ്പൊ അവരുടെ വസ്തു അതിക്രമിച്ച് കയറി മരം മുറിച്ചെന്നാണ് കേസ് എന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു വ്യക്തിയുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുന്നത് നിയമവിരുദ്ധമല്ലേ? അല്ലേ? മാഡത്തിന് എന്താ പറയാ? എനിക്ക് പറയാനുള്ളതാ, അവിടെ വളരെ കാലമായിട്ട് കുറെ പേർക്ക് നടന്നു പോകാൻ, അങ്കമാടി പോകാനുള്ള കുട്ടിയൊക്കെ പാട്, വയസ്സായ അമ്മച്ചാര് ആ ഭാഗത്തൊക്കെ താമസമുള്ളവർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് കാര്യമുണ്ട് മാഡം. പറഞ്ഞ ഒരു കാര്യം, മാഡം പഞ്ചായത്ത് ഓഫീസിന്റെ ഉത്തരവ് പ്രകാരമാണ് മുറിച്ചത്, തെറ്റാണ്. പഞ്ചായത്ത് ഓഫീസിനെ വിളിച്ച് അന്വേഷിച്ചു, തെറ്റാണത്. അങ്ങനെ ഉത്തരവുണ്ടായി. പിന്നെ ഈ പറയും പോലെ എന്തൊരു വഴിയുടെ പ്രശ്നമായാലും ശരി തന്നെ അത് സംസാരിച്ച് അല്ലെങ്കിൽ കാശ് കൊടുത്തൊക്കെ വാങ്ങാം. അല്ലാതെ ഒരാളെ പേരുള്ള വസ്തുവിന്റെ പുറത്ത് കയറിയിട്ട് ഈ മരം മുറിക്കുന്നത് ശരിയാണോ? മാഡം ഒരു എന്താ പറയാ പൊതുപ്രവർത്തകയല്ലേ? മാഡം ഒന്ന് ആലോചിക്കും, ശരിയാണോ അത്? അതെ, പുറമ്പോക്ക് ഭൂമിയിൽ ഉള്ള വസ്തു. പുറമ്പോക്ക് ഭൂമിയല്ല, സ്കെച്ച് എല്ലാം ഞാൻ പരിശോധിച്ചു, സ്കെച്ച് എല്ലാം നോക്കി. പുറമ്പോക്ക് ഭൂമിയല്ല. റീസർവേ ചെയ്ത വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെട്ട പേപ്പർ. മാഡം ഈ പറഞ്ഞത് വില്ലേജ് ഓഫീസർ ഉത്തരവെന്നുള്ളത് വില്ലേജ് ഓഫീസർ സംസാരിച്ചു, അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അതിപ്പോ എങ്ങനെയെങ്കിലും പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു ഉത്തരവെന്ന് സംഭവത്തെ പുള്ളി ഞാൻ എല്ലാം അന്വേഷിച്ചാണ് മാഡത്തെ വിളിക്കുന്നത്, വെറുതെ എല്ലാം വിളിക്കുന്നത്. ബീന മാഡം അപ്പം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പരാതി പറയട്ടെ. മാഡം എന്താ വിഷയം? എൻ്റെ പേര് ബീന. ഞാൻ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ്. മലയാമഠത്ത് കൃഷ്ണവിലാസത്തിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ 16 സെൻറ്റ് വസ്തു മണ്ഡപം ക്ഷേത്രത്തിൻ്റെ അവിടെയുണ്ട്. അതിൽ നിന്ന് 7 മൂട് തെങ്ങ് മെമ്പർ കുറേ കൂട്ടാളികളും കയർന്ന് മുറിച്ച് തടി കടത്താൻ ശ്രമിച്ചു. എന്നെ നാട്ടുകാർ വിളിച്ച് പറഞ്ഞു. ഞാൻ കിളിമാനൂർ സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. സാറ് വന്നപ്പോഴത്തേക്കും എൻ്റെ വസ്തുവിലെ തെങ്ങുകളെല്ലാം മുറിച്ചു മാറ്റി. അവർ പക്ഷേ തടി കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. മുറിച്ചവർ 2 പേരെ അപ്പോഴും തന്നെ സാർ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. ഞാൻ സൂപ്രണ്ടിൻ്റെ അനുവാദത്തോടു കൂടി തിരിച്ച് എൻ്റെ സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിച്ചു. കിളിമാനൂർ സ്റ്റേഷനിൽ വന്ന് മെമ്പർക്കെതിരെ പരാതി കൊടുത്തു. ഞാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, ഈ വസ്തു പുറമ്പോക്കാണെന്ന് മെമ്പർ ആരോപിക്കുന്നു. 2, പഞ്ചായത്ത് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും വസ്തുവുണ്ടോ? ഇല്ല. എൻ്റെ വസ്തു പുറമ്പോക്കല്ല. 16 സെൻറ്റ് കരമടച്ച റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. പുറമ്പോക്കല്ലാന്ന് എനിക്ക് തീർത്തും അറിയാം. മറ്റേ പഞ്ചായത്ത് ഓഫീസറുടെ അത് ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെ ഇല്ല, പഞ്ചായത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വില്ലേജ് ഓഫീസറെ കണ്ടു, പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റിനെ കണ്ടു, ഇപ്പോഴത്തുള്ള പ്രസിഡന്റിനെ കണ്ടു. അവരാരും പറഞ്ഞത് ഒരു പക്ഷേ അവരങ്ങനെയൊക്കെ വാദിച്ചിരുന്നിരുന്നാലും തഹസീൽദാരുടെ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങളെ വസ്തുവിനകത്ത് ആർക്കും ഇറങ്ങാനോ മരം മുറിക്കാനോ അതൊന്നും ചെയ്യാനുള്ള അനുമതി ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു വഴി പ്രശ്നമാണ്. ഒരു വഴിക്ക് എന്നോട് പറഞ്ഞത് അംഗൻവാടിയിൽ എന്തോ പിള്ളേർക്ക് പോകാൻ പറ്റില്ല, വൃത്തികൾ നടക്കാൻ പറ്റില്ല. അവർ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്യാഷ് കൊടുത്ത് വാങ്ങാനാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്? ഇല്ല, ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. കാരണം അത് വഴി പ്രശ്നം. അവിടെ ഇതുവഴി ഇപ്പം വഴി നടക്കാൻ പറ്റാത്തത് യാതൊന്നുമില്ല. അവിടെ നിന്ന് ഏകദേശം ഒരു 1-1.5 മീറ്ററോളം മറ്റേ റോഡ് മുട്ടാനായിട്ടുള്ളത്. അതിൽ വീടുകളൊന്നും തന്നെ അധികമില്ല. കുറച്ച് 3-4 വീടുകൾ അവർക്ക് പോകാനായിട്ടുള്ള വഴി അവരെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബ വീടിൻ്റെ അവിടെ നിന്നുള്ള വഴി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരാരും ഇതിനകത്ത് ഇതൊന്നും തന്നെ ഇല്ല.
ഇപ്പോഴതിനകത്ത് യാത്രക്കാർ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗൻവാടി ഉണ്ട്, അത് ശരി തന്നെയാണ്. ഇപ്പോൾ അംഗൻവാടിയിലോട്ടും തിരിച്ച് അവിടെ നിന്ന് ആൾക്കാർക്ക് നടന്ന് അമ്പലത്തിലോട്ടും വരാനുള്ള ഒരു അസൗകര്യവും ഇല്ല. മഴ വരുന്ന സമയത്ത് തോട്ടിലെ വെള്ളം എൻ്റെ വസ്തുവിലോട്ടാണ് ഇടിച്ചു കയറുന്നത്. ആ ഒരു സമയത്ത് മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നത്, അല്ലാതെ വേറെ യാതൊരു പ്രശ്നം നടക്കുന്നതായിട്ട് ഒന്നുമില്ല. ഇല്ലേ ഹസ്ബൻഡ്, അതുകൊണ്ടായിരിക്കാം. കാരണം എൻ്റെ മകൾ നാവായിക്കുളത്താണ് താമസിക്കുന്നത്, മരുമകൻ അവിടെയാണ് ജോലി. അവർ രണ്ടുപേരും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരാറുള്ളൂ. മകൻ ഇല്ല, മകൻ ചങ്ങനാശ്ശേരിയിലാണ്, അവനും വരത്തില്ല. മാത്രമല്ല ഇവരുടെയൊന്നും ഇവർ ഈ കാണിച്ച അതിക്രമത്തിന് ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടുകൊടുക്കാത്ത ഒരു ഇത് ഇല്ല. കാരണം എനിക്ക് നീതി വേണം, എനിക്ക് ജോലിക്ക് സമാധാനമായിട്ട് പോകണം, തിരിച്ച് സമാധാനമായിട്ട് എൻ്റെ വീട്ടിൽ വരണം. അതുകൊണ്ട് ഇതിനെനിക്ക് ശരിയായ ഒരു നടപടി ഇതിൻ്റെ നമ്മൾ സർക്കാർ ഞാൻ പരാതി കൊടുത്തതിലും പ്രകാരം എനിക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാനും മകൻ്റെ വൈഫും 1 വയസ്സായ കുഞ്ഞുണ്ട്. വേറെ ആരും എൻ്റെ വീട്ടിലില്ല. അതായിരിക്കാം അവർ ആരുമില്ല. മാത്രമല്ല അത് നടക്കത്തില്ല. കാരണം അതിൻ്റെ തൊട്ട് 3ാമത് കിടക്കുന്ന വസ്തുവിൽ ഇവർ മുറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും വിധവയായ ഒരു ചേച്ചിയാണ്. ചേച്ചി മകളുടെ കുട്ടികളും കയറി തെങ്ങിന് ഇറുക പിടിച്ച് നിന്നുകൊണ്ടാണ് അവരത് മുറിക്കാൻ പറ്റാതെ പോയത്. സ്ഥിരം അവിടെ അക്രമമാണ് നടക്കുന്നത്. മെമ്പർ അത്ര ഒരു ഗുണ്ടായിസാണ് അവിടെ കാണിക്കുന്നത്. ഇതിന് മാത്രമല്ല മെമ്പർ വേറെ പല കേസുകെട്ടിലും എങ്ങനെ പറയുന്ന നമ്മുടെ NRGCൻ്റെ ഇതിലായാലും എൻ്റെ മെമ്പറാണ്, എൻ്റെ മെമ്പറുമാണ്, എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ്. പക്ഷേ മെമ്പർ ഈ ഒരു നെറികെട്ട പ്രവൃത്തി ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ. പഞ്ചായത്ത് കേസിലൊക്കെ അവർ മുമ്പ് ഇതായതാണ്. ഓംബുഡ്സ്മാൻ്റെ അന്വേഷണത്തിൽ പെട്ടിട്ടുണ്ട്. അതിലവർ എടുത്ത രൂപ തിരിച്ച് സർക്കാരിന് അടപ്പിക്കേണ്ട ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശ്നക്കാരിയാണല്ലേ? ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു. പ്രശ്നക്കാരിയാണ്. കാരണം ഇതുവരെ മെമ്പർ എന്ന് പറയുമ്പോൾ പൊതുജനത്തിന്റെ കൂടെ നിൽക്കേണ്ടതാണ്. അല്ല, അവിടെ വഴിയുടെ വിഷയമല്ല. വഴി അവിടെ ഉണ്ട്, ശരിക്കും നടന്നു പോകുന്നുള്ള വഴി അവിടെ ഉണ്ട്. വഴി നടക്കുന്നതിന് ശേഷം വിട്ടിട്ടാണ് എൻ്റെ വസ്തുവിൽ ഞാൻ കൃഷി വരെ ചെയ്യുന്നത്. കാരണം ഞാനും ഒരു പൊതുപ്രവർത്തകനാണ്, അതിൽ നിന്നാണ് ഞാൻ ജോലിയായിട്ട് പോയത്. അതിനെല്ലാം ഉള്ള സൗകര്യം ഞാൻ എൻ്റെ വസ്തുവിൽ, അങ്ങനെ ഒരാൾ പോലും എൻ്റെ വസ്തുവിൽ ഞാൻ കെട്ടിയടച്ചെന്ന് വഴി കൊടുത്തിട്ടില്ലെന്ന് ഒരു മനുഷ്യർ പോലും പറയത്തില്ല. ഏതായാലും ചേച്ചിയുടെ പരാതി ഞാൻ പൊതുജന സംരക്ഷണത്തിലേക്ക് എത്തിക്കുകയാണ്. ആ മെമ്പറെ കാണിച്ചത് ഞാൻ മെമ്പറുടെ സംസാരിച്ചിരുന്നു. ആ വോയിസുകളൊക്കെ കേട്ട് കാണും. കാരണം ഒരാളെ കയ്യിരിക്കുന്ന വസ്തുവിൽ കയറിയിട്ട് വഴി എന്തായാലും ഇടിച്ചു കയറി മരം മുറിക്കുകയാണെന്നുള്ള അധികാരമൊന്നും നമ്മുടെ നിയമസംഹിത കൊടുത്തിട്ടില്ല. നിയമം പരിപാലിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.